അടൂർ പ്രകാശ് ആയാലും സണ്ണി ജോസഫ് ആയാലും അനിൽകുമാർ ആയാലും വിഷ്ണുനാഥ് ആയാലും ഷാഫി പറമ്പിലായാലും കേരളത്തിന്റെ പൊതുസ്വത്തുകളാണ്. ആ പൊതുസ്വത്തുകൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച, കാരണം ഈ ഭരണ തുടർച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ തുടർച്ചയും കൂടെ ഉണ്ട്. ആ സമയത്ത് മുറയിൽ തകർന്ന പ്രവർത്തകന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചൊരു വ്യക്തിയെ പാർട്ടി സാധാരണ പ്രസിഡന്റുമാർ എത്രയോ പ്രസിഡന്റുമാർ മാറിയിട്ടുണ്ട്. ഇത് അതിനപ്പുറം കീഴ്വഴക്കങ്ങൾ ലംഘിച്ച ഒരാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ 4 വർഷക്കാലത്തെ ശ്ലാഘനീയമായ പ്രവർത്തനം, ആ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തീരുമാനം. അതുകൊണ്ട് പറഞ്ഞത് പ്രവർത്തകരെ ഇത്രയേറെ വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരുടെ ആവേശത്തെ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് കെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ കെടത്തില്ല, ഞങ്ങൾക്ക് ആഘോഷത്തിൽ ആളുകൾ മുഴുവൻ തലപ്പത്ത് വന്നതിന്റെ ആവേശമാണോ അതോ ഞാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആളുകളാണല്ലോ തലപ്പത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് എന്ന ഗ്രൂപ്പിന്റെ ആളുകളാണ് തലപ്പത്ത് വന്നിരിക്കുന്നത്. ആ തലപ്പത്തെത്തിയതിന്റെ സന്തോഷം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എനിക്കുണ്ടാകും. അത് പ്രവർത്തകരുടെ സന്തോഷമാണ്. നിങ്ങൾ ഇതിപ്പോ എന്നെ ഒന്ന് മാറ്റി എടുത്തിട്ട് വേറെ ആളോട് ചോദിക്കും, പ്രവർത്തകരോട് ചോദിക്കും, ആരോട് വേണമെങ്കിലും ചോദിക്കും. ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഹിമാചൽ പ്രദേശിൽ ഏതെങ്കിലും ഒരു പാൽ സൊസൈറ്റിയിൽ കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞാലും ഒരു സന്തോഷം ഉണ്ടാകുന്ന, അവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് തോറ്റാലും പരാജയം ഉണ്ടായി കഴിഞ്ഞാലും വിഷമിക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ വലിയ ആവേശത്തിലാണ്. ഈ അടൂർ